സത്യത്തിൽ പിണറായിയെ മടുത്തിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ. ന്യായീകരിച്ച് എം വി ഗോവിന്ദന് മതിയായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇടതുപക്ഷത്തിന്റെ ലോക്സഭയിലെ തോൽവി, ഒരു 3-4 സീറ്റെങ്കിലും അവർ പ്രതീക്ഷിച്ചിരുന്നു. ആ സീറ്റ് പോലും കിട്ടാത്തത് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി രണ്ടാമതും വന്നു. പിണറായി കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതകൾ, പെൻഷൻ കൊടുക്കാതെ, സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളില്ലാതെ, ശമ്പളം നൽകാതെ, ദൂർത്തടിച്ചും നവകേരള സദസ്സ് നടത്തിയും വിദേശ ടൂർ നടത്തിയും ഒക്കെ പിണറായിയും കുടുംബവും ആഘോഷിക്കുമ്പോൾ സാധാരണക്കാരന് ഇവിടെ പട്ടിണിയിലാണ്. ആ അവസ്ഥയിൽ കേരളം നിൽക്കുമ്പോഴാണ് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ LDF ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നൊരു മുദ്രാവാക്യം മാത്രം ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞുള്ളൂ. മറ്റൊന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വോട്ട് ചോദിച്ചു പോകാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സർക്കാരിന്റെ പിടിപ്പുകേടാണ് KK ശൈലജ ടീച്ചർ വരെ വടകരയിൽ തോൽപ്പിച്ചത് എന്നുള്ളതാണ് ഒരു വലിയ സത്യം. അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി, കേരളം ഇതുവരെ കാണാത്ത ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു ആരോഗ്യമന്ത്രി, അവർ ഇത്രയും ദയനീയമായി പരാജയപ്പെടണമെങ്കിൽ അവിടെ പിണറായി ജനങ്ങളോട് കാണിക്കുന്ന കൊടും ക്രൂരതകളുടെ ഈ ഫലം തന്നെയാണ് വടകരയിൽ ഉൾപ്പെടെ തിരിച്ചടിച്ചത് ഇടതുപക്ഷത്തിന് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പിണറായിക്കും മകൾക്കും ഒരു പ്രശ്നം വന്നാൽ എപ്പോഴും മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ന്യായീകരിച്ചു കൊണ്ടുവരുന്നത് ഗോവിന്ദൻ മാസ്റ്ററാണ്. പിണറായിയെ എന്ത് പറഞ്ഞും ഗോവിന്ദൻ മാസ്റ്റർ രക്ഷിച്ചെടുക്കും, ന്യായീകരിക്കും. അതാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററും കൈമലർത്തുകയാണ്. അതായത് ഇനി പിണറായിയെ ന്യായീകരിക്കാൻ വയ്യ, സഹാക്കന്മാരെല്ലാം തിരിഞ്ഞിരിക്കുകയാണ്. അതായത് പിണറായി ഇനി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാൽ ഇടതുപക്ഷം ഒരിക്കലും കേരളത്തിൽ ഇനി ഉണ്ടാകില്ല, ഇടതുപക്ഷത്തെ ജനങ്ങൾ വിശ്വസിക്കില്ല, ഇടതുപക്ഷം ഇനി അധികാരത്തിൽ വരില്ല എന്ന കൃത്യമായി തന്നെ ഓരോ സഹാക്കളും വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. VS അച്യുതാനന്ദനും EK നായനാറും ഒക്കെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മുഖ്യമന്ത്രിമാരാണ്. VS ഒക്കെ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ 10 മടങ്ങ് സ്നേഹത്തിൽ, അവിടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് VSനെയും നായനാരെയും ഒക്കെ നെഞ്ചിലേറ്റി വെച്ചിരിക്കുന്ന നിരവധി പേർ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പിണറായി വിജയൻ എന്ന ഏകാധിപതിയെ കേരളത്തിലെ ജനങ്ങൾക്കാർക്കും താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ സഹാക്കന്മാർക്കും മടുത്തു തുടങ്ങിയിരിക്കുന്നു. ഒന്നിറങ്ങി പോകുമോ എന്ന് ചോദിക്കുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഗോവിന്ദൻ മാസ്റ്ററും നിലപാട് സ്വീകരിക്കുകയാണ്. ഇനി ഈ കൊള്ളരുതായ്മകളൊന്നും, പിണറായിയുടെ മകളുടെ കൊള്ളരുതായ്മകളൊന്നും പാർട്ടിയിൽ വച്ചു പൊറപ്പിക്കാൻ കഴിയില്ല. റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ പിണറായി കളിക്കുന്ന നാടകങ്ങളൊന്നും ഇനി പാർട്ടിക്കുള്ളിൽ ചിലവാകില്ല. എന്തായാലും പിണറായിയുടെ കസേര ഉടൻ തെറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്ററും ഇപ്പോൾ ന്യായീകരണമൊക്കെ നിർത്തി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു തുടങ്ങിയത്.